എവ്രിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കോഡിംഗ് മിസ്റ്റേക്സുകളെ കുറിച്ചാണ്. അതായത് കോഡിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള എറേഴ്സ് ആണ് ഉണ്ടാവുക, ഈ എറേഴ്സ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ എന്താണ് എറർ എന്ന് പറയുന്നത്? നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് ഉണ്ടാവുന്ന മിസ്റ്റേക്സിനെയാണ് കോഡിംഗ് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കോഡിംഗ് എറേഴ്സ് പല തരത്തിലാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ എററാണ് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. ഈ ഒരു എറർ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ട് കണ്ടുവരുന്ന ഒരു എററാണ്. സോ ബിഗിനേഴ്സിന്റെ ഇടയിലൊക്കെയാണ് ഈ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു കോഡ് എഴുതുന്ന സമയത്ത് പാലിക്കേണ്ട ഒരുപാട് റൂൾസ് ഉണ്ട്. അതായത് സെമി കോളൻസ്, കോളൻസ് അല്ലെങ്കിൽ പാരാന്തസിസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എറേഴ്സ് ആണ് ഈ സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും ഒരു ഹ്യൂമൻ ലാംഗ്വേജ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. സേ മലയാളത്തിൽ നമ്മളൊരു ഡയലോഗ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻ മാർക്സ്, പങ്ക്ച്വേഷൻസ് പോലെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഓരോ ലാംഗ്വേജസിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്. അത്തരത്തിലുള്ള റൂൾസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും അപ്ലിക്കബിൾ ആണ്. ഇതുപോലെയുള്ള റൂൾസ് മിസ്സാവുമ്പോഴാണ് നമുക്ക് സിൻടാക്സ് എറേഴ്സ് ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ ഉള്ള എറേഴ്സ് ഉണ്ടാക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള എററാണ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത്. സോ ലോജിക്കൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ കോഡിൽ ഉണ്ടാവുന്ന എറേഴ്സ് എന്നല്ല. അതായത് കോഡ് എഴുതുന്ന സമയത്ത് എറേഴ്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന മിസ്റ്റേക്സിനെയാണ് ലോജിക്കൽ എറേഴ്സ് എന്ന് വിളിക്കുന്നത്. ലോജിക്കൽ എറേഴ്സ് എപ്പോഴൊക്കെയാണ് ഉണ്ടാവാൻ സാധ്യത? സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ആൻസർ ആയിരിക്കും കിട്ടുക? 0 കിട്ടുമോ? 0 അല്ല കിട്ടുക അല്ലെ? നോട്ട് ഡിഫൈൻഡ് ആണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാം. ഇൻഫിനിറ്റി എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു നമ്പറോ ഒന്നും അല്ല അല്ലെ? ദാറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എറേഴ്സ്. സോ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് അങ്ങനെ ഒരു എറർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള എറേഴ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അടുത്തതായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയാം, അത് ആക്ച്വലി ഒരു എറർ അല്ല, ബട്ട് ഒരു മിസ്റ്റേക്ക് ആണ്. കോഡിന്റെ റീഡബിലിറ്റി കുറയുക എന്നുള്ളത്. കോഡിന്റെ റീഡബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് റീഡബിലിറ്റി? ഒരു കോഡ് എഴുതുന്ന സമയത്ത് ആ കോഡിന് ആവശ്യമായിട്ടുള്ള കമന്റ്സ് മെൻഷൻ ചെയ്ത് വെക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. കമന്റ്സ് മെൻഷൻ ചെയ്ത് വെച്ചാൽ ഒരു ഡെവലപ്പർക്ക് ആ ഒരു കോഡ് കാണുന്ന സമയത്ത് ഈ കോഡ് എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. സോ അത്തരത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ കമന്റ്സ് എന്ന് വിളിക്കുക. പിന്നെ വേരിയബിൾ നെയിംസ് കൊടുക്കുന്ന സമയത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിംസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 എന്ന് 2 വേരിയബിൾസിനെ നെയിം ചെയ്ത് കൊടുക്കുക. അല്ലാതെ ബന്ധമില്ലാത്ത വേരിയബിൾസിന്റെ പേര് കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. കൊടുക്കാം, അത് ഓക്കെ ആണ്, അത് എറേഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. ബട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിൾ നെയിംസ് കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. മീനിങ് ഫുൾ അല്ലാത്ത വേരിയബിൾ നെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എറേഴ്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അവിടെ ആ ഒരു റീഡബിലിറ്റി നഷ്ടപ്പെടും. ഒരു കോഡ് കാണുന്ന സമയത്ത് ആ കോഡ് എന്തിനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം അല്ലെ? അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിളിന്റെ പേരുകൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എറേഴ്സിനെ ഒക്കെ നമുക്ക് നന്നായിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റും. ആ കോഡ് കാണുന്ന സമയത്ത് തന്നെ നമുക്കത് സിമ്പിളായി റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് കോഡിങ്ങിൽ ഉണ്ടാവുന്ന ബേസിക് ആയിട്ടുള്ള മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.